Hi everyone, welcome to Scoring Key. Hope you all are safe and doing well. സ്കോറിംഗ് കീയുടെ കേരള PSC നവംബർ 6 നടക്കുന്ന അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ഓഡിറ്റർ എക്സാം ഫോക്കസ്ഡ് ആയിക്കൊണ്ടിട്ടുള്ള ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ സിലബസ് തന്നിരിക്കുന്നത് BCom ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ 80 മാർക്സ് ആണ്. ടോട്ടൽ ഔട്ട് ഓഫ് 100 80 മാർക്സ് എന്ന് പറയുന്നത് BCom ബേസ്ഡ് ആണ്. അപ്പോൾ ഈ BCom ബേസ്ഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ നമുക്ക് ഈ ഒരു എക്സാമിന് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. സോ നമുക്ക് ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവൈൻഡ് ചെയ്ത് പോകാം. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു ഇൻട്രൊഡക്ടറി ഫേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എന്താണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ആ ഫിനാൻഷ്യൽ ഡിസിഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷൻസ്, അതുപോലെ ഡിവിഡൻഡ് ഡിസിഷൻസ്, അതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കാം. Financial management is the managerial activity which is concerned with the planning and controlling of the firm's financial resources. വളരെ ബേസിക്കലായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ എഫ്എമ്മിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, the managerial activity that focus on planning as well as controlling of the financial resources. ഒരു ഫേമിൻ്റെ, ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സിനെ സംബന്ധിച്ച പ്ലാനിങ് നടത്തുക, ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോളിങ് നടത്തുക. ഈ രണ്ട് പ്രോസസ്സ് ഉൾക്കൊള്ളിക്കുന്ന ഒരു ആക്ടിവിറ്റി, മാനേജറിയൽ ആക്ടിവിറ്റി, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് സിംപ്ലി പറയാം. അതിനൊരു ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ സോളമൻ ഇസ്ര ആൻഡ് ജോൺ പ്രിങ്കിളെ തന്നിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കാം. Financial management is concerned with the efficient use of an important economic resources, namely capital funds. Yes, capital funds എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് റിസോഴ്സിൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ യൂസിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊന്നും നമുക്കതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബിക്കോസ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. സോ അതിൽ ഡെഫിനിഷൻസ് കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതില്ല. ബട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുന്നത് അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. സോ ജസ്റ്റ് ഉൾക്കൊള്ളിച്ചെന്ന് മാത്രം. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബ്രോഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ 3 ഡിസിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ 3 ഡിസിഷൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് തിയറീസ്, ഡിഫറെൻറ്റ് മോഡൽസ്, അതുപോലെ പറ്റുള്ള കാൽക്കുലേഷൻസ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ബേസിക്കലി എന്താണ് ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്നുള്ളത് നോക്കാം. വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ നോക്കാം. അതിനുശേഷം ഈ ഓരോ ഡിസിഷൻ്റെ ഉള്ളിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്തി നോക്കാം. സോ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ദെൻ സെക്കൻഡ് ഇറ്റ് കംസ് ഫിനാൻസിങ് ഡിസിഷൻസ്, ആൻഡ് ദ തേർഡ് ഇറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഒരു ഫേം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് തുടങ്ങി, ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തണം എന്നത് തുടങ്ങി, അതിനുശേഷം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സ്, ഒരു സൈക്ലിക്കൽ പ്രോസസ്സിനുള്ളിൽ വരുന്ന ഡിസിഷൻസ് ആണ് എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ എന്താണ്, ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ബേസിക്കലി അതിൻ്റെ ഒരു 3ൻ്റെ ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുശേഷം അതിനുള്ളിൽ വരുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് ആദ്യമായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആസ് ദ നെയിം ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ്, നമുക്ക് അതിൻ്റെ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൺസേൺഡ് വിത്ത് ഹൗ ദ ഫേംസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ആസറ്റ്സ്. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആസറ്റ്സിൽ, ഏരിയാസിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസുമാണ് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം. നമ്മളൊരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു ഫോർ എ ഷോർട്ട് ടേം, സേ വിത്തിൻ 1 year നമുക്കതിൻ്റെ റിട്ടേൺ വരുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്താം. ഓക്കെ, അപ്പോൾ അത്തരം 2 ഡിസിഷൻസും ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ നമ്മൾ പൊതുവെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നാണ് നമ്മൾ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നാണ് ഈ ലോങ് ടേം ഫിനാൻസ് ഡിസിഷനെ നമ്മൾ പറയാറുള്ളത്. റൈറ്റ്.
Then thereafter it comes short-term investment decisions. ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ നമ്മൾ പറയാറുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്നാണ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പീരീഡ് വരുന്നത്, അതിൻ്റെ ഒരു പീരീഡ് ബ്രേക്കപ്പ് വരുന്നത് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നോർമലി വിത്തിൻ 1 ഇയർ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ വിത്തിൻ 1 ഇയർ തന്നെ നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. ദെൻ ലോങ് ടേം എന്ന് പറയുന്നത് നോർമലി ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് എ ഇയർ, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുള്ള സേ 5 ഇയർ 10 ഇയർ 20 ഇയർ ഓർ 50 ഇയർ ഓർ ഫോർ എന്താ പറയുക ഇൻഡെഫിനിറ്റ് പീരീഡ് ഒക്കെ രീതിയിലുള്ള ഡ്യൂറേഷൻ പറയുന്ന ഡിസിഷൻസ് ലോങ് ടേം അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസും വളരെ ചുരുങ്ങിയുള്ള ഒരു വർഷത്തിൽ കുറവുള്ള അത്തരം ഡിസിഷൻസ്, അത്തരം ഇമ്പാക്റ്റ് ഉള്ള ഡിസിഷൻസ് നമുക്ക് ഷോർട്ട് ടേം ഡിസിഷൻസ് എന്ന് പറയാം. ഷോർട്ട് ടേം ഡിസിഷനെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നു. ഈ രണ്ട് ലോങ് ടേം ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നും ഷോർട്ട് ടേം ഡിസിഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും ആ ഒരു ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പൊതുവെ വന്ന് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അത്രേ ഉള്ളൂ. നമുക്കതിൻ്റെ ഇതിൽ വരുന്ന ക്യാപിറ്റൽ അപ്രൈസൽ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. വി വിൽ ഡിസ്കസ് ഇറ്റ് ദോസ് ഇൻ കമ്മിങ് വീഡിയോസ്. Then the second decision it comes financing decision. നമുക്കറിയാം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അരീന ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കണം. അതില്ലെങ്കിൽ വി ഹാവ് ടു റേസ് സം ഫിനാൻസ് ഫ്രം ഔട്ട്സൈഡ് ദ ബിസിനസ്, അല്ലെങ്കിൽ വിത്തിൻ ദ ബിസിനസ് നമുക്ക് ഓണർഷിപ്പ് ക്യാപിറ്റലായിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റർഷിപ്പ് ക്യാപിറ്റലായിട്ടോ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലായിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫിനാൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിനെ ഫിനാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യണം. സോ such decisions are termed as financing decisions. It is concerned with the amount of finance to be raised from various long-term sources like sources of funds like equity shares, preference shares, debentures, bank loans, etc. അതെ, ഡിഫറെൻറ്റ് ആയിട്ടുള്ള ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് റേസ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസിനെ നമ്മൾ എന്ത് പറയുന്നു, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നു. ഈ ഫിനാൻസിങ് ഡിസിഷനിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഫിനാൻസിന്റെ ഏതൊക്കെയാണ് ഫിനാൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്, അതുപോലെ ഈ ഫിനാൻസ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ കോസ്റ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറേ തിയറീസ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വാല്യൂഷൻ ഓഫ് ഫേം റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് ലെസൺസ്, റൈറ്റ്. സോ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. യെസ്, ഫേമിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ്, എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഹൗ മച്ച് പ്രൊപ്പോർഷൻ ഓഫ് debentures are there, how much proportion of preference shares are there, and the like decisions are coming under financing decisions, right? So thereafter it comes the dividend decisions. We have decided our investment areas, we have decided upon the sources from which we will raise the finance, and thereafter we have to decide how the profit that we generate from these investments will be distributed to the shareholders. ഏത് രീതിയിലാണ് നമ്മുടെ ഷെയർഹോൾഡേഴ്സിന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റുകൾ നമ്മൾ കൊടുത്തു വീട്ടുന്നത്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ റീറ്റൈൻ ചെയ്യുന്നുണ്ടോ, അതിന് തീരെ നമ്മൾ കൊടുക്കുന്നില്ലേ, ആ രീതിയിലൊക്കെയുള്ള ഡിസിഷൻസ് വരുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻസിൻ്റെ അണ്ടറിലാണ്. How much profit earned by the company should be distributed among shareholders as dividend, right? And how much should be retained for the future contingencies, retained earnings. ഇത് രണ്ടും തീരുമാനിക്കുന്ന ഡിസിഷൻസിനെയാണ് ഡിവിഡൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്, റൈറ്റ്. സോ overall objective of the overall objective of maximizing shareholders wealth is to be considered. നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻ എപ്പോഴും കമ്പനി എടുക്കുക, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ, അത് ആ ഒരു ഡിസിഷൻ, ആ ഒരു ഒബ്ജക്റ്റീവ് എപ്പോഴും എന്താ പറയുക മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. അതിനെ ഏത് രീതിയിലൊക്കെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടാണ് ഈ ഡിവിഡൻറ്റ് ഡിസിഷൻസ് തീരുമാനിക്കുക. സോ ഇത്രയും 3 പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണുള്ളത്: ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻറ്റ് ഡിസിഷൻ. ഇനി നമുക്കതിൽ ഫിനാൻസിങ് ഡിസിഷൻ വെച്ച് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ ഡിസിഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കലായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ദെൻ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്, പിന്നെ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്, എന്താ ക്യാപിറ്റൽ, സോഴ്സ് ഓഫ് ക്യാപിറ്റലുകളുടെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക്
ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ ബിസിനസിന്റെ വാല്യുവേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകാം. 3 ഡിസിഷൻസ് നിങ്ങൾക്ക് ബ്രോഡ് ഡിസിഷൻ്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. If you have any doubts, you can write it in the description, in the comment section. Okay. Then കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം, നമ്മൾ റേസ് ചെയ്യുന്ന ക്യാപിറ്റലിനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ആളുകളോട് ഫണ്ട് സ്വരൂപിക്കുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഷെയർ ആയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നു, അതർ പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ റേസ് ചെയ്യുന്നു, ദെൻ പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് നമ്മൾ റേസ് ചെയ്യുന്നു. സോ അവർക്കൊക്കെ നമ്മളൊരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യുന്നത്, നമ്മൾ റിട്ടേൺ കൊടുത്തിരിക്കണം. ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റിട്ടേൺ ഇസ് ടേംഡ് ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Cost of capital is the minimum rate of return expected by the investors. Yes. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അവർ നൽകുന്ന സോഴ്സ് ഓഫ് ഫിനാൻസിന് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മിനിമം സോഴ്സ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് കട്ട് ഓഫ് റേറ്റ് ഓർ ഹഡിൽ റേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ഓഫ് റേറ്റ്, ഹഡിൽ റേറ്റ് എന്നിങ്ങനെയൊക്കെ നമ്മൾ, ഡിസ്കൗണ്ട് റേറ്റ്, അതിനൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നെയിം ചെയ്യാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരുകൾ ഓർമ്മിച്ച് വെക്കുക. ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ടന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നടന്ന എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെറ്റ് എക്സാം പോലെയുള്ള എക്സാമുകൾക്കൊക്കെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേസിക്കലി 3 കോമ്പണൻസിൻ്റെ ഒരു സമ്മേഷൻ ആണ്. അതിൽ ഉൾക്കൊള്ളിക്കുന്നത് 3 കോമ്പണൻസിൻ്റെ അതൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സ്പെക്റ്റഡ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് നോർമൽ റിസ്ക്. ഒരു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും. നോർമൽ റിസ്ക്, ഒരു സാധാരണ കണ്ടീഷനിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും. അത് പൊതുവെ നമ്മുടെ ബാങ്ക് റേറ്റിനൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. കാരണം വേറെ റിസ്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ബാങ്ക് റേറ്റ് ഒരു 1000 നമ്മൾ ബാങ്കിൽ ഒരു FD ഇട്ടാൽ അതിനൊരു 10% അല്ലെങ്കിൽ 8% റിട്ടേൺ ഉണ്ടാവും. ആ രീതിയിലുള്ള നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇറ്റ് ഇസ് നോർമലി ഈക്വൽ ടു ബാങ്ക് റേറ്റ് എന്നുള്ളൊരു പോയിന്റ് ഓർമ്മിച്ച് നോക്കുക. ദെൻ സെക്കൻഡ് കോമ്പണന്റ് പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റിസ്ക് ദാറ്റ് ദ ബിസിനസ് മെ നോട്ട് ബി ഏബിൾ ടു ജനറേറ്റ് ആഡ്യൂക്കേറ്റ് റിട്ടേൺ. ബിസിനസ്സിന് ആവശ്യമായ ആഡ്യൂക്കേറ്റ് റിട്ടേൺ ഒരു ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ചിലപ്പോൾ ബിസിനസ് ഇല്ലാതെ വരാം. ആ ഒരു പർട്ടിക്കുലർ റിസ്കിനെ സൂചിപ്പിക്കുന്നതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് റിസ്കിൻ്റെ ഒരു പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ദെൻ ദ പ്രീമിയം ഓഫ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു റിസ്ക് ഉണ്ട്. അതായത് the firm may not be able to satisfy its എന്താ പറയുക ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടേഴ്സ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടേഴ്സിനുള്ള റിട്ടേൺ കൊടുക്കാൻ ചിലപ്പോൾ ഫേമിന് എബിലിറ്റി ഉണ്ടാകണമെന്നില്ല. ആ രീതിയിൽ വരുന്ന റിസ്കിനാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ റിസ്കിനുള്ള ഒരു പ്രീമിയവും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉൾക്കൊള്ളുന്നതാണ്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ സിംബോളിക്കലി K is equal to R plus B plus F എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. R എന്ന് പറയുന്നത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ബി എന്ന് പറയുന്നത് പ്രീമിയം ഫോർ ബിസിനസ് റിസ്ക്, എഫ് എന്ന് പറയുന്നത് പ്രീമിയം ഫോർ ഫിനാൻഷ്യൽ റിസ്ക്. സോ അതിൻ്റെ 3 കോമ്പണൻറ്റ് ശ്രദ്ധിക്കുക. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. സോ നമുക്ക് ഇനി ഓരോ പർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാൽക്കുലേഷൻ എന്നുള്ള രീതിയിൽ വലിയൊരു പ്രോബ്ലം ഒന്നും പൊതുവെ വരാറില്ല. ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള പ്രോബ്ലം ഒന്നും നമ്മൾ ഡിഗ്രി ലെവൽ PSC നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. ബട്ട് ഈ ഒരു ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ് us ചെക്ക് ദ ഇക്വേഷൻസ്, ചെക്ക് ദ മെത്തേഡ്സ് ത്രൂ വിച്ച് വി വിൽ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫണ്ട്സ്. റൈറ്റ്, ഫസ്റ്റ് നമ്മൾ ഡെപ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഡെപ്റ്റ് ബോത്ത് ഇറഡീമബിൾ ആസ് വെൽ ആസ് റെഡീമബിൾ ഉണ്ട്. ഡെപ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. നമ്മൾക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ്. ഓക്കെ, അതിൻ്റെ ടാക്സും കുറച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ടാക്സ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്. ഇത് ഇങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്തുകൊണ്ടാണ് ചീപ്പസ്റ്റ് സോഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടെ ടാക്സ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ്. റൈറ്റ്. അപ്പോൾ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെതും റെഡീമബിൾ ഡിബഞ്ചേഴ്സും ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതിൻ്റെ റെഡീമബിൾ വാല്യൂ മെച്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടില്ല. I ഡിവൈഡ് ബൈ നെറ്റ് പ്രോസീഡ്സ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. നെറ്റ് പ്രോസീഡ്സ് എന്ന് പറയുന്നത് ആ ഡെപ്റ്റ് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോസീഡ്സ് എത്രയാണോ അതാണ്. ദെൻ അതിൻ്റെ ടാക്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. I ഡിവൈഡ് ബൈ നെറ്റ് പ്രോസീഡ്സ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ദെൻ റെഡീമബിൾ ആണെങ്കിൽ നമ്മുടെ അവിടെ റെഡീമബിൾ വാല്യൂ അതിൻ്റെ റിഡംഷൻ പീരീഡ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: I ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ടാക്സ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദെൻ RV മൈനസ് നെറ്റ് പ്രോസീഡ്സ് ഡിവൈഡഡ് ബൈ N, ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. ഇക്വേഷൻ പ്രത്യേകം ഓർമ്മിച്ച് നോക്കുക.
I into 1 minus tax rate plus redeemable value minus net proceeds divided by n. The whole divided by redeemable value plus net proceeds divided by 2. Equation പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. റൈറ്റ്. ദെൻ അടുത്തൊരു എലമെന്റ് ആണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാം ടാക്സ് അഡ്വാൻറ്റേജ് ഒന്നും അവിടെ ഇല്ല. നമ്മൾ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കേണ്ടതില്ല. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇത് പറയുന്നത് KP പ്രിഫറൻസ് നോർമൽ ഇറഡീമബിൾ ആയിട്ടുള്ള നോർമൽ കേസിൽ ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഓർ മാർക്കറ്റ് പ്രൈസ് രണ്ടും നോക്കാറുണ്ട്. നെറ്റ് പ്രൊസീഡ്സോ NPO MPO നോക്കാറുണ്ട്. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്, MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ്. ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. മാർക്കറ്റ് പ്രൈസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. D എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. നെറ്റ് പ്രൊസീഡ്സ് പ്രിഫറൻസ് ഇഷ്യൂയിലൂടെ നമുക്ക് കിട്ടുന്ന റേസ് ചെയ്യുന്ന ഫിനാൻസ് ആണ്. ദെൻ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെച്യൂരിറ്റി വാല്യൂ നെറ്റ് പ്രൊസീഡ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുക. KP is equal to D plus MV minus net proceeds divided by N, the whole divided by MV plus NP, the whole divided by 2. ആ രീതിയിലാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. റൈറ്റ്. മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ N, ദ ഹോൾ ഡിവൈഡ് ബൈ മെച്യൂരിറ്റി വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ദ ഹോൾ ഡിവൈഡ് ബൈ 2. ആ രീതിയിലാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് ഓഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. Then thereafter it comes cost of equity. Cost of equity നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഡിവിഡൻഡ് yield മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ്, ദെൻ ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്, ഏർണിംഗ് yield മെത്തേഡ് ഓർ ഏർണിംഗ് പ്രൈസ് റേഷ്യോ മെത്തേഡ്. നമുക്ക് മൂന്നിലുള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാവും. ഡിവിഡൻഡ് yield മെത്തേഡിൽ സിമ്പിളാണ്. ഡിവിഡൻഡുമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ്, ഡിവിഡൻഡിൻ്റെ കമ്പയർ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് D ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഓർ D ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. വളരെ എളുപ്പത്തിലാണ്. റൈറ്റ്. എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നത് ആ ഒരു എമൗണ്ട് ആണ് ഇതിൽ വരുന്നത്. ദെൻ നമുക്കറിയാം ഒരു 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർ ഒരു 10 രൂപ അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നു. സോ സിംപ്ലി അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. റൈറ്റ്. ദെൻ ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ് നമുക്ക് നോക്കാറുണ്ട്. ഒരു ഗ്രോത്ത് റേറ്റ് ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ D1 ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് ഗ്രോത്ത് റേറ്റ്, അല്ലെങ്കിൽ D1 ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് അതിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ഗ്രോത്ത് റേറ്റും കൂടി ആഡ് ചെയ്യുന്നു. അത്ര മാത്രമേ അതിൻ്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. then അടുത്തൊരു ഇക്വേഷൻ നമ്മൾ നോക്കുന്നത് ഏർണിംഗ് yield മെത്തേഡാണ്. ഏർണിംഗ് yield മെത്തേഡ് വളരെ ഈസിയാണ്. EPS വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് EPS ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഓർ EPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസോ അതുപോലെ EPS ഏർണിംഗ് പെർ ഷെയർ തമ്മിലുള്ള കാൽക്കുലേഷൻ ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ്, 3 മെത്തേഡ്സ് ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഉള്ളത്. അതുപോലെ നമ്മൾ 3 സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെതും പ്രിഫറൻസ്, ഡെപ്റ്റ്, ഇക്വിറ്റി, അതിൽ റിഡംഷൻ വരുന്നതും റിഡംഷൻ വരാത്തതുമായിട്ടുള്ള കേസുകൾ, ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂഷൻ ഓഫ് ദ ഫേം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ, if you have any doubts or queries you can write it in the comment box. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ഓഡിറ്റർ എക്സാം ഫോക്കസ്ഡ് ആയിക്കൊണ്ടുള്ള ക്വിക്ക് റിവിഷൻ ക്ലാസ്സസ്, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ in order to get all the updates, please do subscribe and enable the bell button, and also please do share the content if you like it to somebody who is preparing in your friend circle as well as in your circles. നിങ്ങളുടെ സർക്കിളിലൊക്കെ ഷെയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എനിവേ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.